ഇന്ന് നമ്മൾ പിടിയും കോഴിയും ഉണ്ടാക്കാൻ പോവുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡൊന്നുമല്ല, എന്നാലും ചിക്കൻ കറി വെച്ചപ്പോഴത്തേക്കും പിടി കഴിക്കണം എന്നൊരാഗ്രഹം. അങ്ങനെ ദേ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെക്കുന്നുണ്ട്. അത് തിളയ്ക്കുമ്പോഴത്തേക്കും അതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ശേഷം പൊടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. അങ്ങനെ നന്നായിട്ട് വാട്ടിയതിന് ശേഷം ചൂടാറി കഴിയുമ്പോഴത്തേക്കും അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ തൂത്തിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. പിന്നെ മഞ്ഞ കളർ കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ടത്. വെള്ള കളറിലാണെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാതിരുന്നാൽ മതി കേട്ടോ. നമ്മളിവിടെ എപ്പോഴും ഉണ്ടാക്കുമ്പോഴും മഞ്ഞൾപ്പൊടി ഇടാറുണ്ട്. അങ്ങനെ അത് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയിട്ട് നടുക്കൊരു കുത്തും കൊടുത്തിട്ട് എല്ലാം അങ്ങനെ ഒന്ന് സെറ്റാക്കി എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങയും ചെറിയ ജീരകവും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി അരച്ചെടുക്കുക. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം അതിലേക്ക് ഒഴിക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച് ചെറിയ ചെറിയ ഉരുളകളില്ലേ, അത് ഇട്ട് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് എണ്ണയിലേക്ക് കുറച്ച് ചെറിയുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് താളിച്ച് ഒഴിച്ചാൽ മതി. നല്ല കിടു ടേസ്റ്റാണ്. അപ്പോൾ കറിയും കൂട്ടി നമ്മൾ മാക്ക് നടിച്ചു. അടിപൊളിയായിരുന്നു.